പത്തനംതിട്ട പോക്സോ കേസിന്റെ അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഞെട്ടിക്കുന്ന വസ്തുതകളാണ് പോലീസിന് ലഭിക്കുന്നത്. ഇതൊക്കെ കണ്ട് പോലീസ് തന്നെ മൂക്കത്ത് വിരൽ വയ്ക്കുന്നു. ഈ സത്യസംഭവങ്ങൾ അറിഞ്ഞ് പോലീസ് തന്നെ മൂക്കത്ത് വിരൽ വയ്ക്കുന്ന അവസ്ഥ. ഒടുവിൽ ADGP ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാമിൻ്റെ നിർദ്ദേശാനുസരണം റേഞ്ച് DIG അജിത ബീഗത്തിനാണ് അന്വേഷണത്തിൻ്റെ മേൽനോട്ടം. അതുപോലെ തന്നെ SP TG വിനോദ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള 25 അംഗ പ്രത്യേക ടീമിനെയും നിയോഗിച്ചു. അങ്ങനെ 25 അംഗ പോലീസ് സംഘമാണ് ഈ കേസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. 62 പേരാണ് 13 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള 5 വർഷ കാലയളവിൽ ഈ ദളിത് കായിക താരത്തെ പീഡിപ്പിച്ചത്. ഇവർ പീഡിപ്പിച്ചതാകട്ടെ ജനറൽ ആശുപത്രി, പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ വെച്ച് 4 പേർ ഈ പെൺകുട്ടിയെ ഒരു ദിവസം ബലാത്സംഗം ചെയ്തു. അതായത് കൂട്ട ബലാത്സംഗം ഒരു ദിവസം നടന്നു. അതുപോലെ പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പീഡന മാഫിയ ഈ പെൺകുട്ടിയെ ബസ് സ്റ്റാൻഡിൽ ഒതുക്കിയിട്ടിരുന്ന ബസ്സിനുള്ളിൽ വെച്ച് പീഡിപ്പിച്ചു. ആലോചിച്ച് നോക്കുക കേസിൻ്റെ തീവ്രത. ബസ് സ്റ്റാൻഡിനുള്ളിൽ വെച്ച്. അതുപോലെ തന്നെ നേരത്തെ കഴിഞ്ഞ ദിവസം തന്നെ വന്നിരുന്നു അച്ചൻകോട്ട് മലയിലെത്തിച്ച് കൂട്ടബലാത്സംഗം. പിന്നെ പുലർച്ചെ പെൺകുട്ടിയെ വീടിന് പുറത്തേക്ക് വിളിച്ചിറക്കി വീടിന് സമീപത്തുള്ള ഷെഡിൽ വെച്ച് പീഡനം. ഇതിനൊക്കെ ചുക്കാൻ പിടിച്ചത് ഈ പെൺകുട്ടിയെ 13ാമത്തെ വയസ്സിൽ ആദ്യമായി പീഡിപ്പിച്ച സുബിൻ എന്ന വ്യക്തിയാണ്. അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു, റിമാൻഡിലാണിപ്പോൾ. അയാൾ പെൺകുട്ടിയെ വശീകരിച്ചു. എന്നിട്ട് മോഹനസുന്ദരങ്ങളായ വാഗ്ദാനങ്ങൾ നൽകി പെൺകുട്ടിക്ക് സ്വന്തം നഗ്ന ദൃശ്യങ്ങൾ ആദ്യം അയച്ചു കൊടുത്തു. അതിനുശേഷം അയാൾ പെൺകുട്ടിയുടെ നഗ്ന ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടു. പിന്നീട് ഇത് കാണിച്ച് ഭീഷണിപ്പെടുത്തി. പെൺകുട്ടിയെ പട്ടാപ്പകൽ ബൈക്കിൽ കയറ്റി ആളൊഴിഞ്ഞ പ്രദേശത്തെ റബ്ബർ തോട്ടത്തിൽ കൊണ്ടുപോയാണ് ആദ്യമായി പീഡിപ്പിക്കുന്നത്. എന്നിട്ട് ആ പീഡന ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിക്കുകയും അത് തൻ്റെ കൂട്ടുകാർക്ക് പങ്കുവയ്ക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ കേസ് മുന്നോട്ട് പോകുന്നത്. അതായത് സംഭവ പരമ്പരകൾ തുടരുന്നത്. ഈ കൂട്ടുകാർ പെൺകുട്ടിയോട് സൗഹൃദം നടിച്ച് കൂടുകയും ഒപ്പം കൂടിയ കൂട്ടുകാരും ഈ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുകയും ചെയ്തു. അതിനുശേഷമാണ് അച്ചൻകോട്ടുമലയിൽ ഈ സംഘം പെൺകുട്ടിയെ കൊണ്ടുപോയി കൂട്ട ബലാത്സംഗത്തിന് ഇരയാക്കിയത്. ആലോചിച്ച് നോക്കുക പെൺകുട്ടിയെ എവിടെയൊക്കെ വെച്ചാണ് ഇവർ പീഡിപ്പിച്ചതെന്ന്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഒതുക്കിയിട്ടിരുന്ന ബസ്സിനുള്ളിൽ വെച്ച് പീഡിപ്പിക്കുന്നു. അതുപോലെ ജനറൽ ആശുപത്രിയിൽ വെച്ച് പീഡിപ്പിക്കുന്നു 4 അംഗ സംഘം. ഈ പെൺകുട്ടി ഈ പീഡിപ്പിച്ച ആളുകളിൽ ഭൂരിഭാഗത്തെയും പരിചയപ്പെട്ടത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ചാണ്. അപ്പോൾ തന്നെ അറിയാം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരം പീഡന മാഫിയയുടെ പിടിയിലാണെന്ന് വ്യക്തം. അവിടെ വെച്ച് പെൺകുട്ടിയെ പരിചയപ്പെടുന്നു. അവിടെ വെച്ചിട്ടാണ് പെൺകുട്ടിയെ പലരും വാഹനങ്ങളിൽ കയറ്റി പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. വാഹനത്തിൽ കൊണ്ടുപോകുമ്പോൾ കാറിനുള്ളിൽ വെച്ചും പെൺകുട്ടി ബലാത്സംഗത്തിന് ഇരയായി എന്നാണ് മൊഴി. കഴിഞ്ഞ ദിവസം മാത്രമാണ് പെൺകുട്ടിയുടെ മൊഴി എടുക്കാത്തത്. ഡിസംബർ 6 മുതൽ പെൺകുട്ടി കോന്നിയിലെ നിർഭയ ഹെൻറി ഭവനിൽ അഭയത്തിലാണ്. ഡിസംബർ ആദ്യ നാളുകളിൽ തന്നെ ഈ കേസിനെ കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചു. പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്, അതായത് കേസിലെ പ്രതികളായ ചിലർ ജില്ലയ്ക്ക് പുറത്താണ്, അതായത് പത്തനംതിട്ട ജില്ലയ്ക്ക് പുറത്താണ് പഠിക്കുന്നതോ അതോ ജോലി ചെയ്യുന്നതോ ഒക്കെ. അവരെയും പിടികൂടാൻ വേണ്ടി ജില്ലയ്ക്ക് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. ഈ കേസിൽ ഇതുവരെ, അതായത് ഈ സംഭവ പരമ്പരയിൽ, പീഡന പരമ്പരയിൽ ഇതുവരെ 18 കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. അതിൽ 28 പ്രതികളെ അറസ്റ്റ് ചെയ്തു. 28 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അത് വളരെ രഹസ്യ സ്വഭാവത്തോടു കൂടി അന്വേഷണ സംഘം നീങ്ങിയത് കൊണ്ടാണ് ഇത്രയും പേരെ ഉടനെ തന്നെ 2-3 ദിവസം വാർത്ത പുറത്തു വന്ന് 2-3 ദിവസത്തിനുള്ളിൽ തന്നെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് സംഘത്തിന് കഴിഞ്ഞത്. ഈ 62 പേർ കേസിൽ ഉൾപ്പെട്ടതുകൊണ്ട് തന്നെ ഇനിയും അറസ്റ്റ് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിടിയിലായവരുടെ കൂട്ടത്തിൽ 4 പേർ പ്രായപൂർത്തി ആകാത്ത ആളുകളാണ്. മീൻ കച്ചവടക്കാരായ സഹോദരങ്ങൾ, +2 വിദ്യാർത്ഥികളായ സഹോദരങ്ങൾ, ഇവരൊക്കെ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഈ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച്, അതായത് 32 നമ്പറുകൾ പെൺകുട്ടി ഫോണിൽ തന്നെ സേവ് ചെയ്തിരുന്നു. പെൺകുട്ടിയുടെ അച്ഛൻ്റെ മൊബൈൽ ഫോണാണ് പെൺകുട്ടി ഉപയോഗിച്ചിരുന്നത്. അതായത് അച്ഛൻ്റെ മൊബൈൽ ഫോൺ എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ പേരിലുള്ള സിം കാർഡാണ്. അത് സ്മാർട്ട് ഫോണാണ്. അച്ഛന് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ അറിയില്ല. ഈ പെൺകുട്ടിയാണ് ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിരുന്നത്. ഈ ഫോണിലേക്കാണ് വാട്സപ്പ് സന്ദേശമായി അശ്ലീല ദൃശ്യങ്ങൾ അയച്ചു കൊടുത്തിരുന്നത്. എന്നിട്ട് ആ പെൺകുട്ടിയുടെ ദൃശ്യങ്ങളും, അതായത് പെൺകുട്ടിയെ പരിചയപ്പെടുന്ന ആളുകൾ, അതായത് പെൺകുട്ടിയുടെ നമ്പർ കിട്ടുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു? ആദ്യം കുറച്ച് അശ്ലീല വീഡിയോകൾ ഈ വാട്സപ്പിലേക്ക് അയച്ച് പെൺകുട്ടിയുമായി സൗഹൃദം സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഈ അശ്ലീല ദൃശ്യങ്ങൾ അയച്ചു കൊടുക്കുന്നത്. അതിനുശേഷം പെൺകുട്ടിയുടെ അശ്ലീല ദൃശ്യവും, അതായത് ആദ്യ നാളുകളിൽ കാമുകനൊക്കെ പകർത്തിയ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചിരുന്നല്ലോ, ആ ദൃശ്യങ്ങളും ഈ വാട്സപ്പിലേക്ക് അയച്ചു കൊടുക്കുന്നു. അതിനുശേഷം ഈ ദൃശ്യങ്ങളെ കാട്ടിയാണ് ഭീഷണിപ്പെടുത്തുന്നത്. അങ്ങനെയാണ് ഈ പെൺകുട്ടിയെ വശീകരിച്ച് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഫോൺ മുഖാന്തരം സൗഹൃദം സ്ഥാപിച്ച 32 പേരുടെ വിവരങ്ങൾ പെൺകുട്ടി ഫോണിൽ സൂക്ഷിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ പ്രതികളെ പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനും അവരുടെ മൊബൈൽ ലൊക്കേഷൻ മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ പോലീസിനെ അവരെ അറസ്റ്റ് ചെയ്യാനും കഴിഞ്ഞത്. ഇനി കുറേ പേരുടെ പേര് പെൺകുട്ടി നോട്ട്ബുക്കിലും കടലാസിലും ഒക്കെ കുറിച്ച് വെച്ചിട്ടുണ്ട്. പീഡിപ്പിച്ച എല്ലാ ആളുകളെക്കുറിച്ചും പെൺകുട്ടിക്ക് നല്ല ബോധ്യമുണ്ട്. തന്നെ ഉപദ്രവിച്ച എല്ലാ ആളുകളെക്കുറിച്ചും നല്ല ബോധ്യമുണ്ട്.
ആലോചിച്ച് നോക്കുക. മറ്റൊരു കാര്യം, ശബരിമല സന്നിധാനത്ത് നിന്നാണ്, ശബരിമലയിലെ താൽക്കാലിക ജീവനക്കാരുടെ ഇടയിൽ നിന്നാണ് 3 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇത് ശബരിമലയിൽ താൽക്കാലിക ജോലിക്ക് നിയമിക്കുമ്പോൾ തന്നെ ഇവരുടെ പോലീസ് വെരിഫിക്കേഷൻ, അതായത് പോലീസുകാരിൽ നിന്ന് ഇവർ നല്ല സ്വഭാവമുള്ളവരാണ് എന്ന സർട്ടിഫിക്കറ്റ് വാങ്ങണമെന്ന നിർബന്ധമാണ്. എന്നാൽ ആ നിബന്ധനകളൊന്നും പാലിക്കാതെയാണ് ഇങ്ങനെ ക്രിമിനൽ കേസിൽപ്പെട്ട ഈ പ്രതികൾ നേരത്തെയും ക്രിമിനൽ കേസുകളിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട ആളുകൾ സന്നിധാനത്ത് ശബരിമലയിൽ താൽക്കാലിക ജീവനക്കാരുടെ ഡ്യൂട്ടി ചെയ്യാനെത്തിയത്. അത് ശബരിമലയുടെ സുരക്ഷയെയും ബാധിക്കുന്ന പ്രശ്നമാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പോലീസ് ഏതായാലും പഴുതടച്ചുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ച് നടന്ന പീഡന സമയത്ത് വീട്ടുകാർ അവിടെ ഉണ്ടായിരുന്നുവെന്ന് അന്വേഷണം നടക്കുന്നുണ്ട്. അതുപോലെ സ്കൂളിൽ, ക്ലാസ് മുറിയിൽ, ആലോചിച്ച് നോക്കുക, പെൺകുട്ടിയുടെ വീടിന് സമീപത്തുള്ള ഷെഡിൽ, ബസ്സിനുള്ളിൽ, ജനറൽ ആശുപത്രിയിൽ, അവിടെയൊക്കെ വെച്ചാണ് പെൺകുട്ടി പീഡനത്തിന് ഇരയായിട്ടുള്ളത്. ഏതായാലും ടി ജി വിനോദ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള 25-അംഗ സംഘം ഇനിയും ആളുകളെ അറസ്റ്റ് ചെയ്യും. പെൺകുട്ടിയുടെ മൊഴിയെടുപ്പ് ഒരു പക്ഷേയെങ്കിൽ ഇന്നും തുടർന്നേക്കുമെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്.